കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡിൽ ആനക്കല്ലിന് സമീപത്തായിട്ട് ഹൈവേയിൽ നിന്നും വെറും 400 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഒരു 11 സെന്റ് സ്ഥലത്തിലെ കിണറുവെള്ള സൗകര്യത്തോടുകൂടി ഒരു 2 നില വീട് വിൽപ്പനയ്ക്ക്. അത് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1,10,00,000 രൂപയാണ്. നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ മടിക്കരുത്, എങ്കിലേ വീടിനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും കാണുവാനും കേൾക്കുവാനും പറ്റുകയുള്ളൂ. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നല്ല 2 നില വീട്, നല്ല റെസിഡൻഷ്യൽ ഏരിയ. അപ്പോൾ നമുക്ക് വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡ്, അതിനേക്കാളും നല്ലത് പറയുന്നത് കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡെന്നാണ്. കാരണം കാഞ്ഞിരപ്പള്ളി ടൗണുമായിട്ടാണ് എപ്പോഴും ഒരു ടച്ചപ്പ് വരിക. അപ്പോൾ കാരണം കാഞ്ഞിരപ്പള്ളിയായിട്ട് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ആനക്കല്ല്. ഈ ആനക്കല്ലിന് സമീപത്തായിട്ട്, ആനക്കല്ലെന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആനക്കല്ലല്ല, ആനക്കല്ലിന് സമീപത്തായിട്ട്, പ്രോപ്പർ ആനക്കല്ലെന്ന് തന്നെ പറയാം, പണി തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണിത്. മുറ്റമെല്ലാം നല്ല സ്റ്റോണൊക്കെ ഇട്ട് നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാർ പോർച്ചാണ്. കാർ പോർച്ചിലേക്ക് കയറുന്നു, സിറ്റ് ഔട്ടിലേക്ക് കയറുന്നു. വീടിൻ്റെ ചുറ്റുവട്ടം ആദ്യം ഒന്ന് നോക്കാം. കാരണം നല്ല 2 നില വീടാണ്. 2400 സ്ക്വയർ ഫീറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 നില വീടാണ്. 2 നില വീടായിട്ട് തന്നെ മുറ്റത്തിന് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. 2400 സ്ക്വയർ ഫീറ്റിൽ 2 നില ചെയ്യുമ്പോൾ താഴത്തെ നിലയ്ക്ക് ഏകദേശം 1200-1500 സ്ക്വയർ ഫീറ്റൊക്കെ വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെ വരുമ്പോൾ മുറ്റത്തിന് നല്ല സ്പേസ് കിട്ടും, നല്ല മുറ്റം കിട്ടും. ഇവിടെ ഇതാണ് കിണർ, ബാക്ക് സൈഡിലാണ് കിണർ. കിണറിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ വീണ്ടും സൈഡ് വഴിയെ നേരെ പോവുകയാണ്. നേരെ പോയി കഴിയുമ്പോൾ അപ്പുറത്തെ വീടുകളൊക്കെ നമുക്ക് കാണാം. നല്ല വീടുകളാണ് അടുത്തെല്ലാം ഉള്ളത്. താമസമുള്ള വീടുകളും പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളും ഒക്കെയുണ്ട് ഇപ്പുറത്തൊക്കെ. ഇവിടെ നല്ലൊരു വ്യൂ കാണാൻ നമുക്ക് ഈ സൈഡ് വഴി പോകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് മുറ്റം വേണ്ട. നമ്മൾ വീഡിയോ വൈഡ് ആംഗിളിൽ ഇട്ടെടുക്കുന്ന കാരണം പല റൂമുകൾക്കും അല്ലെങ്കിൽ മുറ്റത്തിനൊക്കെ സ്പേസ് കുറവ് പോലെയൊക്കെ തോന്നിയേക്കാം. പക്ഷെ നേരിൽ വന്ന് കാണണം. മീനച്ചിൽ ഹോംസിൻ്റെ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് നേരിൽ വന്ന് കാണുക. കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ വീടിൻ്റെ ലൊക്കേഷനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നേരിൽ വന്ന് നമ്മൾ ഓരോ മുക്കം മൂലയും കാണുക. എല്ലാ കാര്യങ്ങളും, സ്വിച്ചുകളാവട്ടെ, ബാത്റൂം ഫിറ്റിങ്സുകളാവട്ടെ, കിച്ചൺ ഐറ്റംസ് ആകട്ടെ, ഡോറുകളാവട്ടെ, ഇതെല്ലാം നമ്മൾ നേരിൽ കാണുക. നേരിൽ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കണ്ടിട്ടാണ് നമ്മൾ വീടിനെ പറ്റി തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഇത് നല്ലൊരു വീടാണ്, നല്ല രീതിയിൽ പണിതേക്കുന്നതാണ്. പില്ലറൊക്കെ നല്ല വലിപ്പമുള്ള പില്ലർ കാണാം. അതുപോലെ തന്നെ മുറ്റമൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ മുറ്റമൊക്കെ അടിക്കണമെങ്കിലും വീടിൻ്റെ സിറ്റൗട്ട് അടിക്കുന്ന ചൂല് കൊണ്ട് തന്നെ വേണം മുറ്റം അടിക്കാമെന്നൊക്കെ ഞാനിങ്ങനെ പറയും. കാരണം എല്ലാം ഇങ്ങനെ സ്റ്റോണൊക്കെ ഇട്ടിരിക്കുന്നത് കാരണം നമുക്ക് എളുപ്പമുണ്ട് അടിച്ചു വാരി കളയാനൊക്കെ, ചപ്പൊക്കെ വാരി കളയാനൊക്കെ. അപ്പോൾ നല്ല മുറ്റം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരെ സിറ്റൗട്ടിലേക്ക് കയറുകയാണ്. നല്ലൊരു ഡബിൾ പാളി ഡോറാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ സിറ്റ് ഔട്ട് എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ്. നമുക്കൊരു ഊഞ്ഞാലൊക്കെ മേടിച്ചിടണമെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു പ്രൈവസിയോടുകൂടി ഇരിക്കാനൊക്കെ പറ്റുന്നൊരു എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ്. ഇനി നമ്മൾ നേരെ സ്വീകരണ മുറിയിലേക്ക് കയറി. സ്വീകരണ മുറിയിൽ നല്ല ഒരു സ്വീകരണ മുറിയാണ്, വലിപ്പമുള്ള സ്വീകരണ മുറിയാണ്. ഇവിടെ ഒരു പാസേജാണ് വന്നിരിക്കുന്നത്. ഈ പാസേജിലും ഇൻറ്റീരിയർ ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലി ലിവിങ്ങൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള നല്ലൊരു പാസേജാണ്. ഇതിൻ്റെ 2 സൈഡിലുമാണ് ഓരോ ബെഡ്റൂമുകൾ വന്നിരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതായത് കിച്ചണും ഡൈനിങ്ങൊക്കെ ഇവിടത്തിൻ്റെ അപ്പുറമാണ്. അപ്പോൾ നമുക്ക് സ്വീകരണ മുറിയിൽ ഒരു ഗസ്റ്റ്, നമുക്ക് വലിയ അടുപ്പവും ബന്ധങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഇവിടെ ഈ വന്ന ഒരാളിരിപ്പുണ്ടെങ്കിൽ നമുക്കതൊരു പ്രൈവസിയാണ്. അതായത് ഈ സ്വീകരണ മുറി ഇരിപ്പുണ്ടെങ്കിൽ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. വീട്ടിലുള്ളവർക്കൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുവാനൊക്കെ ഡൈനിങ്ങിൽ ഇറങ്ങിയിരുന്നില്ല അത്രയും അങ്ങോട്ടുള്ള വ്യൂ ഒന്നും വരത്തില്ല, നല്ല ഒരു നോട്ടമൊന്നും കിട്ടാത്ത രീതിയിലേക്ക് ഇരിക്കാൻ പറ്റും. ഇന്നിപ്പോൾ അങ്ങനെ നോക്കുന്നവരൊക്കെ കുറവാണ്, എങ്കിലും നോക്കുന്ന ചില ആൾക്കാരുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് കബോർഡ് വർക്കുകൾ, മൾട്ടിവുഡ് കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്. സെറ എന്ന കമ്പനിയുടെ നമുക്ക് മെറ്റീരിയലാണ് ഇതിലെല്ലാം കാണുന്നത്.
അപ്പോൾ ഇത് ബാത്റൂം ടൈലുകളൊക്കെ കട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കിയ നല്ല ഡിസൈൻ വർക്കോടുകൂടി ചെയ്തിട്ടുണ്ട്. എക്സോസ് ഫാന്, ഷവർ, അതുപോലെ തന്നെ നമുക്ക് ടവലൊക്കെ തൂക്കാനായിട്ടുള്ള രീതിയിൽ ഇതെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഒരു റൂമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇവിടെയും ഒരു ഡ്രസ്സിങ് ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും കബോർഡ് ചെയ്തിട്ടുണ്ട്. 2 കബോർഡുകളുണ്ട് ഈ ബെഡ്റൂമിന്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അടുത്ത ബെഡ്റൂം, ആ ബെഡ്റൂമും കൂടി കണ്ടിട്ട് നമുക്ക് ഡൈനിങ്ങിൻ്റെയും കിച്ചൻ്റെയൊക്കെ ദൃശ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെ നമ്മുടെ കബോർഡുകളൊക്കെ നമുക്ക് കാണാം. ഫൈബറിൻ്റെ ഡോറാണ് ടോയ്ലറ്റൊക്കെ കൊടുത്തിരിക്കുക. നനഞ്ഞാലും കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയലാണ് ഫൈബർ. അപ്പോൾ നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വെള്ളമൊക്കെ എത്ര അകന്ന് നിന്നല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആണെങ്കിലും വെള്ളമൊക്കെ നമ്മുടെ മേത്ത് തെറിക്കും. അതൊക്കെ ഒന്ന് നമുക്ക് ഫൈബറിൻ്റെ ഡോറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ നേരെ വീണ്ടും ഈ പാസേജിലേക്ക് വന്നിട്ട് നമ്മൾ നേരെ ഇതാണ് നമ്മുടെ സ്വീകരണ മുറി വന്നിരിക്കുന്നത്. അവിടെ നേരെ ഈ പാസേജ് വഴി നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് ഡൈനിങ് ഹാള്. നല്ലൊരു ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ടൊക്കെ മനോഹരമായ ഡൈനിങ് ഹാളാണ്. മുകളിലോട്ട് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസും ഇവിടുന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ വാഷ് ഏരിയയിൽ നല്ല മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. ടിവിയുടെ പോയിന്റ് ഇവിടെയാണ് വന്നിരിക്കുക. ഇവിടെ അടുത്ത ബെഡ്റൂം, 3 ബെഡ്റൂം താഴെയും മുകളിലൊരു ബെഡ്റൂമുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കൂടുതൽ ബെഡ്റൂമുകൾ ആവശ്യമുള്ളവർക്ക് മുകളിൽ ബെഡ്റൂമുകൾ എടുക്കുവാനായിട്ട് സ്പേസും ഉണ്ട്. അപ്പോൾ നമ്മൾ താഴെ 3 ബെഡ്റൂം കണ്ടു. ഇനി ഡൈനിങ് ഹാൾ വഴി നമ്മൾ നേരെ കാണാത്തത് കിച്ചണാണ്. താഴത്തെ നിലയിൽ നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. മൾട്ടിവുഡ് കൊണ്ടുള്ള കബോർഡുകളാണ് കിച്ചണിലും വന്നിരിക്കുക. നല്ല ഒരു പല കളർ കൊണ്ടുള്ള നല്ല ഡിസൈനായിട്ടുള്ള കബോർഡുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ മൾട്ടിവുഡ് കൊണ്ടുള്ള നല്ല കബോർഡുകൾ, ഇഷ്ടംപോലെ കബോർഡ് വർക്കുകളുണ്ട്. നമ്മുടെ വീട്ടിൽപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുവാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ കബോർഡ് വർക്കുകളുണ്ട്. ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് വന്നിട്ടുണ്ട്. എല്ലാ ടോയ്ലറ്റിലും അതുപോലെ തന്നെ കിച്ചണിലും ചൂടുവെള്ളം കിട്ടാവുന്ന പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട്. നമ്മൾ സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചൂടുവെള്ളം വരാവുന്ന രീതിയിലാണ് ഈ പൈപ്പ് സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കിച്ചണ് വർക്ക് ഏരിയയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇനി മുകളിലത്തെ നില കാണുവാനായിട്ട് പോവുകയാണ്. ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്ന ടാറ്റയുടെ സ്റ്റീൽ ഡോറാണ്. കാരണം നല്ല പവർഫുൾ ആയിട്ടുള്ള നല്ല ബലമുള്ള നല്ല ഡോറാണ്.
അപ്പോൾ നമ്മളിനി നേരെ മുകളിലത്തെ നിലയിലേക്ക് പോവുകയാണ്. നല്ല ഒരു വ്യൂ കണ്ടുകൊണ്ട് നമുക്ക് ഒരു ബെഡ്റൂം, ഹോള് ഒക്കെ ഉള്ള നല്ലൊരു ഒരു നിലയാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ മുകളിലേക്ക് കയറി ഇതിൻ്റെ സ്ക്വയർ പൈപ്പ് കൊണ്ടാണ് നമ്മൾ ഈ ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുക. ഇവിടെ നമുക്കൊരു തുണി തേക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇടാനായിട്ടുള്ള സ്പേസ് വന്നിട്ടുണ്ട്. ഇതാണ് ഒരു ഡബിൾ ഹൈറ്റിൽ വന്നിരിക്കുന്ന ഈ സ്റ്റെയർ കേസ് ഏരിയ. ഇവിടെ നിന്ന് ഈ ഡോറൊന്ന് തുറന്ന് നോക്കാം, ഇതെന്താണെന്ന് നോക്കാം. നമുക്ക് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള സ്പേസ് എന്നാണ് എനിക്ക് തോന്നിയത്. ഏതായാലും നമുക്ക് ഈ ഡോറൊന്ന് തുറന്ന് നമുക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങാം. 1-2 ബെഡ്റൂം വേണമെങ്കിൽ എടുക്കാമെന്ന് നമ്മൾ പറഞ്ഞത് ഇവിടെയാണ്. കാരണം 2 നിലയ്ക്കുള്ള ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1, 2, 3 ബെഡ്റൂം വേണമെങ്കിലും ഇപ്പോൾ പലരും കൂടുതലും കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവർക്ക് ബെഡ്റൂമുകൾ കൂടുതൽ വേണം എന്ന് പറയാറുണ്ട്. അങ്ങനെ ബെഡ്റൂമുകളൊക്കെ കൂടുതൽ വേണ്ടവർക്ക് ഈ ബെഡ്റൂമുകൾ ഇവിടെ വേണമെങ്കിൽ കൂടുതൽ ബെഡ്റൂമുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിലവിൽ 4 ബെഡ്റൂമുണ്ട്. ഇവിടെ നമ്മുടെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറി. ഇവിടുത്തെ ജനൽപ്പാളികൾ, ഇവിടുത്തെ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ AC പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിൻ്റെ ലൈൻ കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെയാണ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഫുൾ എമൗണ്ട് ലോൺ വേണമെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിനനുസരിച്ച് സാലറി ഉള്ള ആൾക്കാരായിരിക്കണം എന്ന് നിർബന്ധം. ഇവിടെയാണ് നമ്മൾ കയറി വന്ന വഴി. ഇത് നമ്മുടെ വലിയൊരു ഹോളാണ്. വേണമെങ്കിൽ ഒരു ബെഡ്റൂം ആക്കി എടുക്കാം ഇതും. അപ്പോൾ വലിയൊരു ഹോളാണ്, ഒരു ഫാമിലി ലിവിങ് ഏരിയ എന്ന് ഉദ്ദേശിച്ചാൽ മതി ഇവിടം. നമുക്ക് ഈ ഡോറ് തുറന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ബാൽക്കണി ആയിട്ട് വരുന്ന ഭാഗം. അപ്പോൾ ഈ വീടും സ്ഥലവും ഇഷ്ടമായെങ്കിൽ എത്രയും പെട്ടെന്ന് മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കാൻ മടിക്കരുത്, മറക്കരുത്. നിങ്ങളുടെ സമയം ഏതാണോ ആ സമയത്ത് വന്നാൽ നമ്മൾ പ്രോപ്പർട്ടി കാണിക്കും. നേരത്തെ ഒന്ന് പറയുക, ഞങ്ങൾ ഇന്ന സമയത്ത് വരുമ്പം വൈകിട്ട് 7 മണിക്ക് വന്നാലും കുഴപ്പമില്ല. 6 മണിക്കെങ്കിലും ഒന്ന് വിളിച്ച്, അല്ലെങ്കിൽ 6:30-ക്കെങ്കിലും ഒന്ന് വിളിച്ച് പറയുക 7 മണിക്ക് ഞങ്ങൾ എത്തും എന്ന് പറഞ്ഞാൽ മീനച്ചിൽ ഹോംസിൻ്റെ ആരെങ്കിലും, നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ ഞാൻ തന്നെ മേ ബി അവിടെ കാണും. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രോപ്പർട്ടി കാണിക്കും. പ്രോപ്പർട്ടി ഇഷ്ടമായി കഴിഞ്ഞാൽ ഓണറുമായിട്ട് നേരിട്ട് ഡീല് സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ, ഒരു സീറ്റിംഗ് അറേഞ്ച് ചെയ്ത് തരും. അങ്ങനെയാണ് നമ്മൾ ഡീൽ ഉറപ്പിക്കുക. അപ്പോൾ പുത്തൻ വീഡിയോയുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.